പാലക്കാട് നഗരത്തിലെ മുഴുവൻ തിയേറ്ററുകളും ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ആളുകൾ മോഹൻലാലിന്റെ ആരാധകർ ഈ എമ്പുരാൻ കാണാൻ വേണ്ടി രാവിലെ തന്നെ ഇവിടെ എത്തി എന്നുള്ളതാണ്. നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ പാലക്കാട് പ്രിയ തിയേറ്ററിലാണ്. ലാൽ ഫാൻസിന്റെ ജില്ലാ സെക്രട്ടറി സജു നമ്മളോടൊപ്പം ചേരുന്നു. സജു, വലിയ പ്രതീക്ഷയിലാണ് ആളുകൾ. തീർച്ചയായിട്ടും ഭയങ്കര പ്രതീക്ഷയിലാണ് ആൾക്കാർ. അതുകൊണ്ടാണ് ഈ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവരും മുഖത്തുണ്ട്. നല്ലൊരു മൂവിയായി മാറുമെന്നാണ് പ്രതീക്ഷ. മലയാള സിനിമയുടെ ഭാവി കൂടെ തെളിയിക്കുന്ന ഒരു സിനിമയായിരിക്കും ഇതെന്നാണ് വിശ്വാസം. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മോഹൻലാൽ സിനിമകളെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ പലപ്പോഴും ദൃശ്യം വന്നപ്പോഴാണെങ്കിലും ലൂസിഫർ വന്നപ്പോഴാണെങ്കിലും പുലിമുരുകൻ വന്നപ്പോൾ ഓരോ ബെഞ്ച് മാർക്കുകളാണ്. ഇത് എന്തായിരിക്കും സംഭവിക്കുക? അല്ല, ഇതും അതുപോലെ ഒരു ബെഞ്ച് മാർക്കായി മാറും. ഇതിന് ശേഷം ഇനി ഒരു സിനിമ എന്നുള്ളത് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ബെഞ്ച് മാർക്കായിരിക്കും ഇത് മാറുക എന്നാണ് നമ്മുടെ വിശ്വാസം. അത് പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ കാത്തു സൂക്ഷിക്കുന്ന നമുക്കൊരു ധൈര്യമുണ്ട്. എന്നാലും ഇന്നത്തെ മുഴുവൻ ഷോ ഇവിടെ ഫുള്ളാണ്. എല്ലാ ഷോവും ഫുള്ളാണ്. നടക്കട്ടെ. എന്തായാലും വലിയ ആവേശത്തിലാണ് ഇവിടെ ആളുകൾ തന്നെ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഞങ്ങളെ മൂത്താന്തറ. എന്താ പടത്തെ കുറിച്ചുള്ള പ്രതീക്ഷ? വലിയ പ്രതീക്ഷയാണ്. പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെയും കൂടെ ഒരു അടിപൊളി പടമാണ് പ്രതീക്ഷിക്കുന്നത്. ആവേശം കാണുന്നില്ലല്ലോ തിയേറ്റർ. ഇനി പടം തുടങ്ങണേ ഉള്ളൂ. എല്ലാവരും സീറ്റ് പിടിക്കുന്ന തിരക്കിലാണ്. അതാണ് അവസ്ഥ. നമ്മളിവിടെ കാണുമ്പോൾ എല്ലാവരും തിയേറ്ററിലേക്ക് സീറ്റ്. സാറേ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ്. ഇന്ന് രാവിലെയാണ് എത്തിയത്. ഓക്കെ, ഇന്ന് വൈകുന്നേരത്ത് തിരിച്ചു പോകും. സിനിമ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. പക്ഷെ എൻ്റെ ഒരു ചെറിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിജയ് ഫാൻസ് തന്നെയാണ്. വിജയ് ഫാൻസ്, മോഹൻലാൽ ഫാൻസ് കഴിഞ്ഞിട്ടാണ് വിജയ് ഫാൻസ് ഉള്ളത്. പക്ഷെ വിജയന്റെ പടം എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരു പടം വരുന്നത്. പക്ഷെ മോഹൻലാലിന്റെ പടം 3 പടം വരുന്നുണ്ട്. വിജയ്ക്ക് ഫാൻസ് ഇല്ല എന്ന് പറയുന്നില്ല. പാലക്കാട് കൂടുതൽ ഫാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ അധികം തമിഴന്മാരാണ് ഇത് കാണാൻ വേണ്ടി വരുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് ഈ ടൗൺ ഏരിയകളൊക്കെ തമിഴന്മാരാണ് കൂടുതൽ. അപ്പോൾ അവർ വന്ന് ഇവിടെ കാണുന്നതുകൊണ്ടാണ് വിജയ്ക്ക് ഇത്രയും റഷ്. പക്ഷെ മോഹൻലാലിന്റെ പടത്തിന് മലയാള സിനിമയിലും മലയാളികളാണ് കൂടുതൽ കാണുന്നത്. അതും ഡിഫറൻ്റ് ആണ്. വിജയ് പടത്തിന് തമിഴ്മാർ ഇവിടെ വന്ന് കാണും, അവിടെ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ മോഹൻലാൽ അവിടെ മലയാളം മാത്രം കണ്ടിട്ടാണ് ഇത്രയും ഫേമസ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ കഴിഞ്ഞിട്ടാണ് മലയാള സിനിമയിൽ വേറെ സ്റ്റാർ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇത്രയും ബ്രാൻഡ് ആവശ്യത്തിലാണ്. ബാംഗ്ലൂരിൽ സിനിമ കാണാൻ വേണ്ടി മാത്രം ഇദ്ദേഹം വന്നിട്ടുള്ളതാണ്. അതാണ് ആവേശം. നേരത്തെ ഇവിടെ ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു. എന്താ അതാണ് എന്തായാലും ആളുകളെല്ലാം തന്നെ സീറ്റ് പിടിക്കാനുള്ള, നമ്മൾ ഇതിനകത്ത് കയറുമ്പോൾ സീറ്റ് പിടിക്കാനുള്ള ഒരു തിരക്കിലാണ് എന്നുള്ളതാണ്. എല്ലാം പ്രതീക്ഷയിലാണ്, ഫുൾ പ്രതീക്ഷയിലാണ്. അതാണ് എന്തായാലും പ്രിയ തിയേറ്ററിനകം, അത് മാത്രമല്ല പാലക്കാട് ഈ കോംപ്ലക്സിനകത്ത് തന്നെ 5 അതായത് പ്രിയയ്ക്ക് ഇവിടെ 3 തിയേറ്റർ, തൊട്ടപ്പുറത്ത് 2-3 തിയേറ്റർ, അത്രയും തിയേറ്ററുകളെല്ലാം ഹൗസ്ഫുൾ ആണ് എന്നുള്ളതാണ്. ഏറെ നാളിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാഴ്ച നമ്മളിവിടെ നിന്ന് കാണുന്നത്.